ബീച്ചിലാണ് സ്റ്റാർട്ടിങ്. തുടങ്ങി 6 ദിവസം കഴിഞ്ഞപ്പോൾ ബീച്ചിലെത്തി. പിന്നെ നമ്മുടെ ഒരു യൂണിറ്റ് ഓരോ സ്ഥലങ്ങളിൽ തുടങ്ങിക്കൊണ്ടിരിക്കുക. പുതിയങ്ങാടിയുണ്ട്, മാനാഞ്ചറുണ്ട്, ഇപ്പോൾ മാങ്കാവിൽ വെസ്റ്റ് മാങ്കാവ്, ഇപ്പോൾ കോതിയിൽ തുടങ്ങി. അവിടെയൊക്കെ സ്റ്റാർട്ടിങ്ങിൽ എല്ലാം സമയങ്ങളും നമ്മൾ എഫക്റ്റീവ് കിട്ടണമെങ്കിൽ അതിൻ്റെ ശരിയായ രൂപത്തിൽ ചെയ്യണം. അതല്ലാതെ നമ്മുടെ ശരീരത്തിന് ഒരു ഫാഷനത്തിക്ക് വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്യണ്ട, ഈ എക്സസൈസ് എടുക്കണ്ട. നമ്മുടെ എനർജി നമ്മുടെ ഫ്രീ ആക്കിയില്ല, ശരീരത്തെ ഫ്രീ ആക്കിയില്ല. നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എനർജി കിട്ടണമെങ്കിൽ നമ്മുടെ അതിനുമായിട്ട് സഹകരിക്കണം. ബുദ്ധിമുട്ടായിട്ട് ഒരു എക്സസൈസ് ചെയ്യാതിരിക്കുക. അതിൽ വന്നതിന് എന്തെങ്കിലും എനിക്ക് ഉണ്ടായി. കാരണം എനിക്കൊരു ഹാങ്ങിങ്, കാരണം എന്നുണ്ടെങ്കിൽ ബാലൻസിൻ്റെ കംപ്ലൈൻറ്റ് ആയി. അത് നേരത്തെ കുട്ടികൾക്ക് ഗൾഫിൽ പോയപ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടായി. ഇവിടെ വന്നു ഡോക്ടറെ കാണിച്ചു. വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് എന്തായാലും ഒരു ഹാങ്ങിങ് ഉണ്ടാവും എന്നാ പറഞ്ഞു. മാഷാ അല്ലാഹ് ഇവിടെ വന്നു ഇത് ചെയ്തു കഴിഞ്ഞ ശേഷം എനിക്ക് അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായില്ല. ഒരു ഡിസ്ക് പെയിൻ ഉണ്ടായിരുന്നു. അതിപ്പോൾ നമ്മുടെ ജനറ്റിക്കായിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതൊക്കെ സർക്കുലേഷൻ കറക്റ്റ് ആകുമ്പോൾ നമ്മുടെ ശരീരത്തിനുള്ള ഒരു പ്രശ്നം കൂടി ഇല്ലാതാവും. പിന്നെ നമ്മുടെ വീട്ടിൽ വരില്ല ഒരു ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ എക്സസൈസിലൂടെ അത് കംപ്ലീറ്റ് പോയിക്കൊണ്ടിരിക്കും. ഗുളികയാണ് നമ്മുടെ ബുദ്ധിമുട്ട്, നമ്മുടെ ശരീരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന സാധനം. അത് ഒഴിവാക്കാൻ ഇങ്ങനെയുള്ള എക്സസൈസ് 21 നേരാവണ്ണം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അത് ചെയ്ത് ശരിയായുള്ള രൂപത്തിൽ കിട്ടണമെങ്കിൽ അതിൻ്റേതായ രൂപത്തിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഹാപ്പിനെസ് അതാണ്. പിന്നെ ഈ വൈബ് ഏറ്റവും വലിയ നമ്മൾ ഈ കൂട്ടിച്ചേർത്തുള്ള നമ്മൾ പിരിയുമുണ്ടാകുന്ന ആ കൈ കൊടുക്കലും കൈ ചേർക്കലും അതിൻ്റേതായ രൂപത്തിൽ ആ സ്നേഹം പങ്കിടൽ, അതും കൂടി നമ്മുടെ എനർജി കൂടി കിട്ടുന്ന ഒരു സംഭവം. എന്തായിരുന്നാലും നല്ലതിനാവട്ടെ എന്ന് പ്രാർത്ഥനയോടെ. താങ്ക് യു നാസിർ.